ഹായ്, ഇന്നിപ്പോൾ ഞങ്ങൾ കോഴി ചുട്ടു, അതോടൊപ്പം രോഹു മീൻ, ഇത് രോഹുവാണ്, രോഹു മീൻ ചുട്ടു. പക്ഷെ ഇന്നത്തെ വീഡിയോ കോഴി ചുടുന്നതോ അല്ലെങ്കിൽ മീൻ ചുടുന്നതോ അല്ല, മറിച്ച് അത് ചുടാനുള്ള ഈ ഒരു സംവിധാനം, ഓട്ടോമാറ്റിക് തിരിയുന്ന, അതുപോലെ അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ കാറ്റെത്തിക്കുന്നൊക്കെ ഈ ഒരു സംവിധാനം, ഇതുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഓട്ടോമാറ്റിക് കോഴി ചുടൽ യന്ത്രം, കോഴി മാത്രമല്ല മീൻ, ഇറച്ചി ഒക്കെ ചുടാവുന്നതാണ്. മാത്രമല്ല ഇത് പോർട്ടബിൾ ആണ്, നമുക്ക് വണ്ടിയിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയത് എന്ന് കാണിക്കുന്ന ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞങ്ങൾ പോയത് കോഴിക്കോട് പൊളി മാർക്കറ്റിലേക്കാണ്. അവിടുന്ന് ഗിയറുകൾ സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ ചെറിയ ബെയറിങ്ങും ഞങ്ങൾക്ക് അവിടുന്ന് തന്നെയാണ് കിട്ടിയത്. അങ്ങനെ പരമാവധി പൊളി മാർക്കറ്റിൽ നിന്ന് കിട്ടാവുന്ന സംഗതികളൊക്കെ ഒപ്പിച്ച് ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ ഞങ്ങൾ വാങ്ങിയത് കമ്പിയാണ്, 6mm GI കമ്പി. 6 മീറ്ററാണ് ഈ ഒരു കമ്പി ഈ റോളിൽ നിന്ന് നമ്മൾ വാങ്ങിയത്. അതിനുശേഷം നമ്മൾ വാങ്ങുന്നത് ഷീറ്റാണ്. ഷീറ്റ് 1.5 mm തിക്നെസ് വരുന്ന 3x3 സൈസിൽ ഈ ഷീറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ വാങ്ങിയത് 1/2 ഇഞ്ച്, 1/4 ഇഞ്ച്, 1 ഇഞ്ച് സ്ക്വയർ പൈപ്പുകളാണ്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങളുടെ നാട്ടുകാരനായ അഷ്റഫ് ഖാൻ്റെ ബൈക്ക് വർക്ക്ഷോപ്പിലേക്കാണ് പോയത്. കഴിഞ്ഞ വർക്കിനൊക്കെ നമുക്ക് ചെയിനും കാര്യങ്ങളൊക്കെ തന്നതുപോലെ ഇപ്രാവശ്യവും നമ്മൾ ചെയിനൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങുന്നത് എന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് ഫ്രീ ആയിട്ടാണ് അഷ്റഫ് ഖാ ചെയിനൊക്കെ തന്നത്. വീട്ടിൽ പഴയ സാധനങ്ങൾ കൂട്ടിയിട്ട ഏരിയ ഞങ്ങൾ നോക്കിയിട്ട് പരമാവധി അതിൽ നിന്നും എടുക്കാവുന്ന സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് ഇതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വീട്ടിലെ പൊളി മാർക്കറ്റാണ്. അങ്ങനെ നമ്മൾ വാങ്ങി വെച്ച ഷീറ്റ് ആദ്യം കട്ട് ചെയ്യുകയാണ്. അതിന് 28x17 സൈസിലാണ് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇഞ്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ 28x8 ഇഞ്ചിൽ 2 പീസും 17x8 ഇഞ്ചിൽ 1 പീസും, ഈ ഒരു അളവിലാണ് നമ്മളിത് മൊത്തത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കട്ട് ചെയ്ത പീസുകളെല്ലാം നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു ബോക്സ് ടൈപ്പിൽ അതിലേക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അതിലൊരു ഭാഗം നമ്മൾ ഒഴിച്ചിട്ടിട്ടുണ്ട്. ആ ഭാഗത്ത് നെറ്റാണ് വരാനുള്ളത്. നെറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 17x8 ആണ്. അപ്പോൾ ഈ ഒരു സൈസിൽ അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഫ്രെയിമിലേക്ക് ഇത് ഈ ഭാഗത്തായിട്ട് പിടിപ്പിക്കണം. അപ്പോൾ ആ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു ബോക്സ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് നെറ്റാണ്. നേരത്തെ നമ്മൾ വാങ്ങി വെച്ച സ്ക്വയർ ട്യൂബുകളിൽ നിന്ന് 1 ഇഞ്ച് സ്ക്വയർ ട്യൂബ് എടുത്തിട്ട് ഈ ബോക്സിന് കാല് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യുന്നത്. 9.25 ഇഞ്ചിലാണ് 4 പീസുകളായിട്ട് നമ്മൾ ആ 1 ഇഞ്ച് പൈപ്പ് കട്ട് ചെയ്തത്. അതിനുശേഷം ഈ ഒരു ബോക്സിൻ്റെ 4 ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ വെച്ച് വെൽഡ് ചെയ്യണം. ആ പീസുകൾ നല്ല രീതിയിൽ വെൽഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത് ഫ്രെയിമായിട്ട് 28 ഇഞ്ചിൽ, അതായത് അതിൻ്റെ അതേ സൈസിൽ നമ്മൾ 1/4 ഇഞ്ചും വെൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിൻ്റെ മുകൾ ഭാഗം, കാലിൻ്റെ മുകൾ ഭാഗം സ്ക്വയർ പീസ് വെച്ച് വെൽഡ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടിഭാഗത്തെ ഫ്രെയിമിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. 1/4 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ് ഉപയോഗപ്പെടുത്തി ഈ ഒരു രീതിയിലാണ് നമ്മളതിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് അതിൻ്റെ സ്റ്റാൻഡ്, പൊക്കി വെക്കാനുള്ള സ്റ്റാൻഡ് വെക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഈ ഒരു 1 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ ഹോളിലേക്കാണ് കേട്ടോ അത് കയറ്റി വെക്കുന്നത്. 29 ഇഞ്ച് ഹൈറ്റിലാണ് നമ്മൾ കാല് കട്ട് ചെയ്ത് അതിലേക്ക് കയറ്റുന്നത്. 29 ഇഞ്ചാണ് ഈ കാലിൻ്റെ നീളം. അത് നേരത്തെ നമ്മൾ ഫസ്റ്റ് അതിൽ വെൽഡ് ചെയ്ത് ചേർത്ത് വെച്ച 1 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പിലേക്ക് ഇതുപോലെ കയറ്റി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡ് അതിൽ പിടിപ്പിക്കുന്നത്. അപ്പോൾ അത് അവിടെ നിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മുകൾ ഭാഗത്ത് സ്റ്റോപ്പറും വെച്ചത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ സ്റ്റാൻഡ് വെച്ചാൽ ഉണ്ടാവുക. ഇതിൻ്റെ ഹൈറ്റ് 29 ഇഞ്ചാണ്. ഇതിന് നിങ്ങൾക്ക് ചെറിയൊരു ഇളക്കം കാണുന്നുണ്ടാവും. ഈ ഒരു ഇളക്കം ഇതിനുണ്ടാവും. പക്ഷേ നമ്മളത് ആ ഇളക്കം നിർത്താനുള്ളൊരു പണിയും കൂടി ചെയ്യുന്നുണ്ട്. ഇവിടെ ഹോളിട്ടിട്ട് ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് കാണിച്ചു തരാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ അകത്ത് കരി വെക്കാനുള്ള ഒരു സ്റ്റാൻഡാണ് നെറ്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഓവർ ലൂസ് ഇല്ലാത്ത ഒരു ഫ്രെയിം. അപ്പോൾ നമ്മളിതാ അതിൻ്റെ അകത്തേക്ക് സുഗമമായിട്ട് വെക്കാനും എടുക്കാനും പറ്റുന്ന രീതിയിലുള്ളൊരു ഫ്രെയിം ഉണ്ടാക്കി. അതിലേക്ക് ഇനി ആ നെറ്റ് പിടിപ്പിക്കാനുണ്ട്. നെറ്റ് നിങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഈ വലുപ്പമുള്ള നെറ്റ് വെക്കേണ്ട, ഇതിനേക്കാൾ ചെറിയ കണ്ണിയുള്ള നെറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നമ്മളെ വീട്ടിലുള്ളത് വെച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് ഈ നെറ്റ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത്. ഇതാവുമ്പം കൽക്കരി താഴോട്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതൽ മീൻസ് പെട്ടെന്ന് ചെറിയ ചെറിയ പീസുകളൊക്കെ അതിലേക്ക് ചാടിപ്പോകും. നമ്മളത് വെൽഡിംഗ് അല്ല, സെൽഫ് സ്ക്രൂ വെച്ചിട്ടാണ് നെറ്റ് അതിലേക്ക് പിടിപ്പിച്ചത്. അപ്പോൾ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് ആ ബോക്സിൽ ഇറക്കി വെക്കുന്നതിന് വേണ്ടി ചെറിയൊരു സ്റ്റാൻഡ് കുറച്ച് പൊങ്ങി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പുകൾ നമ്മളതിലേക്ക് വെൽഡ് ചെയ്ത് ചേർക്കുന്നുണ്ട് 4 ഭാഗത്തും. അപ്പോഴാണ് ആ ഒരു ഗ്യാപ്പ് കിട്ടുള്ളൂ, ചാരം താഴോട്ട് വീഴാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുള്ളൂ. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇനി ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യുന്നത് അതിൽ ഹോളുകൾ ഇടാണ്. ഈ ഹോളുകളുടെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 4 ഇഞ്ച് ഗ്യാപ്പിലിട്ടിട്ട് 6 ഹോളുകളാണ് നമ്മൾ അതിലുണ്ടാക്കുന്നത്. അത് നമ്മൾ കോഴി മീനൊക്കെ നമ്മൾ കുത്തി വെക്കുന്ന ആ ഒരു സാധനം അതിലേക്ക് കയറ്റി വെക്കാനുള്ളതാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് ഇനി അതിൽ ഹോൾ ഇടണം. അതാണ് ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 6 ഹോളുകളും നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി അതിലേക്ക് കോഴി മീനൊക്കെ കുത്തി വെക്കാനുള്ള ഒരു കമ്പി 6 mm GI കമ്പി നമ്മൾ വാങ്ങിയിരുന്നു. അത് കട്ട് ചെയ്യാനാണുള്ളത്. അപ്പോൾ അതിൻ്റെ അളവ് നോക്കുമ്പം 27 ഇഞ്ചിലാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്. Yeah. 27 ഇഞ്ചിൽ 6 പീസ് കമ്പി കട്ട് ചെയ്തു. അത് നല്ല രീതിയിൽ നിവർത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, നേരത്തെ നമ്മൾ ഹോൾ ഇട്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഷീറ്റിലും അതേ അളവിൽ ഹോൾ ഇട്ടതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തൊരു ഗ്യാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കമ്പി ഉണ്ടല്ലോ, കോഴിയൊക്കെ കുത്തി വെക്കുന്ന, അത് എടുക്കാനും വെക്കാനുമുള്ള ഗ്യാപ്പാണ്. ഒരു ഭാഗത്ത് മാത്രമാണ് ഇതുപോലെ കട്ട് ചെയ്യുക, 2 ഭാഗത്തും ഇതുപോലെ കട്ട് ചെയ്യൂല. ഒരു ഭാഗത്ത് ഹോള് മാത്രമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്ത് ഗ്യാപ്പ് ഉണ്ടാക്കുന്നത്. ആ ഗ്യാപ്പിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള 6 mm കമ്പി അതിലൂടെ ഇതുപോലെ സ്മൂത്തായിട്ട് എടുക്കാനും വെക്കാനും പറ്റണം എന്നുള്ളതാണ്. അത് എടുക്കാനും വെക്കാനുമുള്ള ഒരു ഹാൻഡിലാണ് ഇനി നമ്മൾ ഉണ്ടാക്കുന്നത്. ആ കമ്പി ഇതിലേക്കാണ് വെൽഡ് ചെയ്ത് ചേർക്കാനുള്ളത്. അതിന് 5.25 ഇഞ്ചിലുള്ള 6 പീസുകളാണ് നമ്മൾ കട്ട് ചെയ്ത് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഇങ്ങനെ ഒരു ഗിയർ, ആ ഗിയറിൽ ഒരു വാഷർ വെച്ച് വെൽഡ് ചെയ്യും. അതിനുശേഷം ഇപ്പോൾ നമ്മൾ 5.25 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുള്ള ഹാൻഡിൽ അതിലേക്ക് ഇതുപോലെ പിടിപ്പിക്കും. അതിൻ്റെ ബാക്ക് സൈഡിലും നമ്മളൊരു വാഷർ വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഹോളിലൂടെ കട്ട് ചെയ്ത് വെച്ച 29 ഇഞ്ച് നീളമുള്ള കമ്പി കയറ്റി വിട്ട് അതിൻ്റെ അറ്റഭാഗം, ഏറ്റവും ലാസ്റ്റ് ഭാഗം, ഈ ബാക്ക് ഭാഗത്ത് നമ്മൾ വെൽഡ് ചെയ്ത് ഉറപ്പിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ആ ഹാൻഡിൽ ഗിയറിലൊക്കെ ഒന്ന് പിടിപ്പിക്കുക. ഇതിപ്പോൾ ആ ഗിയറിൽ വാഷർ പിടിപ്പിച്ചു, അതിലെ ഹാൻഡിൽ പിടിപ്പിച്ചു, ബാക്കിൽ ആ വാഷറും പിടിപ്പിച്ചു. അങ്ങനെ ആ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് വെക്കാനുള്ള കമ്പിയുടെ അറ്റഭാഗം കൂർപ്പിക്കുക എന്നുള്ളതാണ്. കോഴിയിലും മീനിലൊക്കെ നമ്മൾ കോർക്കുന്ന സമയത്ത് പെട്ടെന്ന് കയറി പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അറ്റഭാഗം ഇങ്ങനെ കൂർപ്പിക്കുന്നത്. അങ്ങനെ എല്ലാ കമ്പികളും കൂർപ്പിച്ചതിന് ശേഷം ആ ഹാൻഡിലേക്ക് വെൽഡ് ചെയ്യണം. അപ്പം 2 എണ്ണം നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് വെൽഡ് ചെയ്യുന്നത്. വലിയ കോഴിയൊക്കെ നമ്മൾ ചുടുന്ന സമയത്ത് ഒറ്റ കമ്പി മാത്രമായാൽ കോഴി തിരിയില്ല, കമ്പി മാത്രമാണ് തിരിയുക. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ, കോഴി മൊത്തത്തിൽ തിരിയാനാണ് ഈ ഒരു ഷേപ്പിൽ നമ്മളത് വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 2 പീസാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഒറ്റക്കമ്പി മാത്രമായിട്ടുള്ള 3 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ മൊത്തം 5 എണ്ണം നമ്മൾ ഉണ്ടാക്കി. ഇനി മോട്ടർ ഫിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന് നമ്മൾ ആദ്യം ഒരു പ്ലേറ്റ് വാഷർ എടുത്തു, അതിൽ 3 ഹോളുകൾ ഉണ്ടാക്കി. ആ ഹോളുകൾ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിൽ 1 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ് ഈ രീതിയിൽ കട്ട് ചെയ്ത് അതിൽ വെൽഡ് ചെയ്തു. അതിൽ 2 ഹോൾ ഇട്ടിട്ടുണ്ട്, നെറ്റ് ബോൾട്ട് അതിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ ഒരു സംവിധാനം എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതുവഴിയാണ് നമ്മളുടെ മോട്ടർ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സ്റ്റാൻഡിൽ പിടിപ്പിക്കുന്നത്. അതിനാണ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. 2 നട്ടുകളും
ആ 1 ഇഞ്ച് പീസിലേക്ക് നല്ല രീതിയിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് മോട്ടറിലേക്ക് വെക്കണം. ഈ മോട്ടർ ഇതിൻ്റെ മുന്നേ കണ്ടവരുണ്ടാവും, എൻ്റെ വീഡിയോ കണ്ട ആളുകൾക്ക് ഈ മോട്ടർ ഏതാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഏതായാലും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സംവിധാനം ഇനി മോട്ടറിലേക്ക് പിടിപ്പിക്കുകയാണ്. ഇതുവരെ ചെയ്തിട്ടുള്ള വർക്കുകളിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാനും അതുപോലെ ഇനി ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ തരാനുള്ള വിദഗ്ധ സംഘം കാക്കാൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അവർ വീക്ഷിച്ച് നിരീക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുക്കാലിഞ്ച് പൈപ്പ് കൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു എൽ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അത് ഈ ഒരു സ്റ്റാൻഡിലേക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. ഇതിലാണ് മോട്ടർ നമ്മൾ വെക്കുന്നത്. നന്നായി വെൽഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് മോട്ടർ ഇറക്കി വെക്കാവുന്നതാണ്. പോളി മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള ബെയറിംഗ് ഒരു പൈപ്പിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് അതിൻ്റെ ഒരു ഭാഗത്ത് ഗിയർ വെൽഡ് ചെയ്തതാണ് ഈ കാണുന്നത്. ഇതിലൂടെ ബോൾട്ട് ഇതുപോലെ ഇട്ടതിന് ശേഷം ആ ബോൾട്ട് ഫ്രെയിമിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പൈപ്പിൽ ഇറക്കി വെച്ച ബെയറിംഗ് പുറത്തേക്ക് പോരാതിരിക്കാൻ അതിൽ ലോക്കായിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ എയർ വരുന്ന പൈപ്പിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് അതിലേക്ക് വളച്ച് വെച്ച് ലോക്ക് ചെയ്യിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ഇത് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത്. നെറ്റ് ബോൾട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഫ്രെയിമിൽ ഇത് കൊടുത്തിട്ടുള്ളത്. അതിനൊരു സ്ട്രോങ് കിട്ടുന്നതിന് വേണ്ടി ഇതുപോലൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ മോട്ടറിൽ നിന്ന് വരുന്ന ചെയിന് ഇവിടെ വന്ന് തിരിഞ്ഞു പോകാനുള്ള ഒരു സംവിധാനമാണ് ഇത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ അതിൻ്റെ ആട്ടം കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ വാഷർ രണ്ടായി കട്ട് ചെയ്തിട്ട് ചെറിയ ബോൾട്ട് എടുത്ത് അതിൻ്റെ മുകളിൽ ഇത് വെൽഡ് ചെയ്ത് ചേർത്ത് എന്നിട്ട് ആ സ്റ്റാൻഡിൽ ഹോൾ ഇട്ടതിന് ശേഷം ആ ഹോളിൽ കൃത്യമായിട്ട് നട്ട് വെച്ച് വെൽഡ് ചെയ്ത് അതിലേക്ക് ഈ ബോൾട്ട് തിരിച്ച് കയറ്റി ടൈറ്റ് ചെയ്യുന്ന രീതിയാണ് ഇതിൻ്റെ ആട്ടം നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലുള്ള ചെയിന് ടൈറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കാനുള്ളത്. അതിനുവേണ്ടി ഒരു ടയറും ആ ടയർ ഒരു ഫ്രെയിമിലേക്ക് കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ടയർ എന്തിൻ്റെ ടയറാണെന്നൊന്നും അറിഞ്ഞുകൂടാ, നേരത്തെ നമ്മൾ തിരഞ്ഞപ്പോൾ കിട്ടിയൊരു ടയറാണ്. അങ്ങനെ നമ്മളുടെ കയ്യിലുള്ള സ്ക്വയർ പൈപ്പുകളും മറ്റും ഉപയോഗപ്പെടുത്തിയിട്ട് അതൊരു ഫ്രെയിമിലേക്ക് പിടിപ്പിക്കുകയാണ് ആ ടയർ. അതിങ്ങനെ ഉണ്ടാവും, ഇങ്ങനെയാണ് ആ ഒരു സംവിധാനം. ഇനി ഇത് നമ്മളുടെ മെയിൻ ഫ്രെയിമിലേക്ക് കൊടുക്കണം. ാണ് ഈ സംവിധാനം കൊടുക്കാനുള്ള സ്റ്റാൻഡ് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെയിന് തൂങ്ങിയാണ് നിൽക്കുന്നത്, നമ്മളുടെ ഗിയറിൽ തട്ടുന്നില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഈ ഒരു സംവിധാനം ആ ചെയിൻ്റെ അകത്ത് കൂടെ, ഇപ്പോൾ ഇതിൽ ആ ടയറിൻ്റെയും ഫ്രെയിമിൻ്റെയും ഇടയിലൂടെ ആയിരിക്കണം ചെയിന് പോവേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വെച്ചിട്ട് അത് ഫിറ്റ് ചെയ്യണം. അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചെയ്തതിന് ശേഷം താഴെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഹോളിലോട്ട് ബോൾട്ട് ഇറക്കി വെച്ച് അടിഭാഗം നെറ്റ് വെച്ച് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയിന് പൊങ്ങി വരും. മേലെ നമ്മൾ വെച്ചിട്ടുള്ള ഗിയറിൽ തട്ടും. അങ്ങനെ നമ്മളുടെ ആ സാധനം തിരിയാൻ തുടങ്ങും. ഇപ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ചെയിനിൻ്റെ ഗ്യാപ്പിലേക്ക് ഗിയർ കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പണിയും നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മോട്ടർ കുടുക്കി ചെയിൻ കുടുക്കി അതിൻ്റെ സംവിധാനങ്ങളൊക്കെ റെഡിയാക്കി. ഇനി ഇതിലേക്കുള്ള പവർ സംവിധാനമാണ് വേണ്ടത്, സ്വിച്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു ഈ ഒരു പ്ലേറ്റ് ഇതിൽ വെൽഡ് ചെയ്യണം. അതിനുള്ള സ്റ്റാൻഡിലേക്ക് അത് മടക്കേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ ഭാഗം നമ്മൾ മടക്കിയിട്ട് ആ ഫ്രെയിമിലേക്ക് വെൽഡ് ചെയ്ത് ചേർക്കുക. സ്ക്രൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്തു. ഇനി അതിലേക്ക് സ്വിച്ചുകളാണ് വെക്കാനുള്ളത്. ഇത് 2 വേ സ്വിച്ചാണ്. ഇതിൽ നമുക്ക് 2 സ്പീഡുണ്ട്. മോട്ടറിന് 2 സ്പീഡുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്വിച്ച് ഉപയോഗിക്കുന്നത്. ഇത് ഫാനിനുള്ളതാണ് കേട്ടോ. നമ്മൾ അതിലൊരു ഫാനും കൂടി വെക്കുന്നുണ്ട്. കാറ്റിൻ്റെ ആവശ്യം എപ്പോഴെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഉപയോഗപ്പെടുത്താൻ, കത്തിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ കാറ്റ് ആവശ്യം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണത്. ഇത് അതിലേക്ക് പവർ കൊടുക്കാനുള്ള സോക്കറ്റാണ്. അങ്ങനെ അത് മൂന്നും ഇതിൽ നമ്മളുണ്ടാക്കിയിട്ടുള്ള ഹോളിൽ വെച്ച് നല്ല രീതിയിൽ അതിൽ ഫിറ്റ് ചെയ്യണം. ഇനി അതിലേക്ക് വയറുകൾ കണക്ട് ചെയ്യാനുണ്ട്. വയറുകൾ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ പവർ പിന്ന് അതുവഴി നേരെ സ്വിച്ചിൽ നിന്ന് ഫാനിലേക്കും അതുപോലെ മോട്ടറിൻ്റെ നമ്മൾ പറഞ്ഞു 2 സ്പീഡ് ഉണ്ട്. അതുകൊണ്ട് 2 വേ സ്വിച്ചാണ്. അപ്പോൾ ആ 2 വേ സ്വിച്ചിൽ നിന്ന് സ്വിച്ച് വഴി ആയിരിക്കണം
മോട്ടറിലേക്ക് പോവേണ്ടത്. അപ്പോൾ ആ കണക്ഷൻ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളുടെ ഈ ഒരു സംവിധാനത്തിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അത് മോട്ടറും കാര്യങ്ങളൊക്കെ ഊരി വെച്ച് നമ്മളത് മൊത്തത്തിൽ പെയിൻ്റ് അടിക്കുകയാണ്. മോട്ടറും നമ്മൾ പെയിൻ്റ് അടിക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ അടിപൊളി കുട്ടപ്പനാക്കുവാൻ വേണ്ടി മൊത്തം ഭാഗങ്ങളും നമ്മൾ പെയിൻ്റ് അടിക്കുകയാണ്. അങ്ങനെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് നമ്മളുടെ സംവിധാനം. അപ്പോൾ ഇതിൽ നമ്മൾ ഊരി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇതിലേക്ക് തന്നെ കൊടുക്കുക. നമ്മൾ മോട്ടറും ഫാനും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇതിൽ തന്നെ വെച്ച് നമ്മൾ പെയിൻറ്റ് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ ചെയിൻ കൊടുക്കണം, മോട്ടർ കൊടുക്കണം. അപ്പോൾ ഇതാ ചെയിനായിട്ട് വരുന്നുണ്ട് കാക്ക. നേരെ ചെയിന് ഇവിടെ കൊളുത്തി, പിന്നെ മോട്ടറിലുള്ള ഗിയറിലേക്ക് കൊടുക്കണം. അങ്ങനെ ആ മോട്ടർ അവിടെ നമ്മൾ അതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാൻഡിലേക്ക് ഇറക്കി വെക്കണം. മോട്ടറിൻ്റെ അകത്ത് നമ്മൾ കുടുക്കിയിട്ടുള്ള ഗിയർ അത് കൊടുക്കാനുള്ള സംവിധാനം നേരെ ആ സ്റ്റാൻഡിലേക്ക് ഇറക്കി വെച്ചു. അതിൽ 2 ബോൾട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ടൈറ്റ് ചെയ്യാനുള്ള. അപ്പോൾ നമുക്ക് വേണ്ട ഹൈറ്റിനനുസരിച്ച് അത് വെച്ച് ടൈറ്റ് ചെയ്യണം. ഇനി അതിൽ കരി വെക്കാനുള്ള സ്റ്റാൻഡ് കുട്ടികളെല്ലാവരും കൂടി കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ കണ്ണി കുറച്ചുകൂടി ചെറിയ കണ്ണിയാണ് വെക്കേണ്ടത്. നമ്മളെ അടുത്തുള്ള മെഷ് ഉപയോഗിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. വാങ്ങുന്ന ആളുകളാണെങ്കിൽ ചെറിയ കണ്ണി വാങ്ങുക. മറ്റത് ചെറിയ കരികളൊക്കെ താഴോട്ട് വീണ് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മളുടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ വെച്ചു, ഫാനും വെച്ചു, എല്ലാം വെച്ചിട്ടുണ്ട്. ഫാൻ നമ്മളൊരു താൽക്കാലിക സംവിധാനം എന്നുള്ള രീതിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ ലീഫാണ്. അത് ഒരുപാട് സമയം ചൂടുന്ന ഒരു സംവിധാനമൊക്കെ ആണെങ്കിൽ അത് ഉരുകാനൊക്കെ സാധ്യത ഉണ്ട്. അതൊരു താൽക്കാലിക സംവിധാനമാണ്. ഏതായാലും അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ കൊടുത്തു. മോട്ടറിൻ്റെ 1ാമത്തെ സ്പീഡിലാണ് ഇപ്പം കറങ്ങുന്നത്. അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, സക്സസ് ആണ്, വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ സംവിധാനങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ കോഴി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എത്രത്തോളം എഫക്റ്റ് ഉണ്ട് എന്നുള്ളത്, വർക്കിംഗ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇനി അതിൽ നമ്മൾ വെച്ചിട്ടുള്ള ഫാൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അതും ഓക്കെയാണ്, വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് നേരം ചുടുന്ന പരിപാടിയാണെങ്കിൽ അതിലേക്ക് ചൂട് വരും. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോഡിയും ലീഫൊക്കെ ആണെങ്കിൽ അത് ഉരുകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും മെറ്റൽ ബോഡി, മെറ്റൽ ലീഫുള്ള ഫാനുകൾ ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഔട്ട്ഡോറിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓവർ കാറ്റ് വരുമ്പോൾ അത് തടയാനുള്ള സംവിധാനം നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ പീസ് കാണാൻ പറ്റും. അത് ആ മോട്ടറിൻ്റെ ഭാഗത്തേക്കുള്ള ചൂട് തടയാനുള്ളതാണ്. അത് നമുക്ക് എടുത്തതിന് ശേഷം ഇത് പൂർണ്ണമായിട്ടും ഈ നെറ്റിൻ്റെ ഭാഗം പൂർണ്ണമായിട്ടും തടയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷീറ്റും കൂടി നമ്മളിതിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയാവുമ്പോൾ കണലിലേക്ക് തീരെ കാറ്റ് വേണ്ട എന്നുള്ള സന്ദർഭങ്ങളിൽ നമുക്കത് ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ നമ്മളുടെ മൊത്തം സംവിധാനത്തിൻ്റെ ഫൈനൽ ടെസ്റ്റിലാണ് കാക്ക. കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയാണ് വർക്കിങ്ങിലിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോഴി, മീനൊക്കെ വാങ്ങി മസാല തേച്ച് ചുടണം. മറ്റേ കവർ കാണാനില്ല പുതിയ കവർ വാങ്ങിയിട്ടല്ലേ. മീനും കോഴിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ സംസാരിക്കണില്ല, ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചുടാനുള്ള ഈ ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ
വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ സകലം.